ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് പഴം കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടനേട്ടനൊന്ന് പണിയില്ലാത്തതുകൊണ്ട് പണിക്ക് പോയിട്ട്. അപ്പോൾ പഴം കൊണ്ടുവരും മുതൽ നിവേദ കൂട്ടിന് ചിപ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സ്വൈര്യം തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചിപ്സ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് പഴത്തിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമല്ല, ശരിക്കും പഴുത്തിട്ടില്ല, പഴുത്ത് വരുന്നതേ ഉള്ളൂ. എന്നാലും ഇന്ന് ഏട്ടനെ പണിയില്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയ തുമ്മലും ജലദോഷമുള്ളപ്പോൾ ഒരു സാമ്യം രണ്ടു നേരം കുളിക്കുന്നതിൻ്റെയാന്ന് തോന്നുന്നു. അപ്പം ഇന്ന് നമ്മൾ മരുന്നിനെല്ലാം പോയി വന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ജലദോഷം ഭയങ്കരം. നമ്മൾ പഴംപൊരിക്കില്ല പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പഴംപൊരി മാറിപ്പോയതാ കൂട്ടുകാരെ, ചിപ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പഴം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. ഇത് എത്രത്തോളം വിജയിക്കുന്നൊന്നും അറിയില്ല, പഴുത്ത പഴമായത് കൊണ്ട് വിജയിക്കുമോന്നൊന്നും അറിയില്ല. എന്നാലും നിവേദ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആക്കി നോക്കാം. ഇങ്ങനെ കുറച്ചായിട്ട് അരിയ. ഇന്ന് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് നമ്മളെ നിവേദ് കൂട്ടനാണ്. അച്ചാച്ചനും അമ്മേനും പണിക്ക് പോയിട്ടുള്ള വന്നില്ല, മക്കള് സ്കൂളിൽ വിട്ട് വന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ലേറ്റ് ആവുന്നത്. വീഡിയോ എടുത്ത് തരാൻ ഒരാളില്ലാത്തത് കൊണ്ട് മക്കള് സ്കൂളിൽ വിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോ എടുക്കാൻ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മക്കളെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. ഞാനേ ചിപ്സ് ആക്കാൻ വേണ്ടി മുറിച്ചതാണ്. എനിക്ക് വീഡിയോയിൽ പറഞ്ഞു പഴംപൊരിയാണ്. അപ്പം ഞാൻ ചിപ്സ് ആക്കി നോക്കാൻ വേണ്ടി ജയിച്ചേട്ടൻ അമ്പലത്തിൽ പാടുന്ന ആ ഒരു പാട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ ആ പാട്ട്? വടക്ക് നിന്ന് വന്നോളെ. അത് രണ്ടുപേരും പാടിത്തരുമോ? 2 or 4? എനിക്കിഷ്ടാ പാട്ട്, ഭയങ്കര ഇഷ്ട. വടക്ക് നിന്ന് വന്നവളെ വാടാൽ മല്ലിച്ചൂടിയോളെ, കൊടുങ്ങല്ലൂരമ്മേ തായേ ദേവി, കൊടുങ്ങല്ലൂരമ്മേ തായേ. വടക്കു നിന്നു വന്നവളെ വാടാൽ മല്ലിച്ചൂടിയോളെ, കൊടുങ്ങല്ലൂരമ്മേ തായേ ദേവി, കൊടുങ്ങല്ലൂരമ്മേ തായേ. അരയാലിന്നില പറിച്ച് പന്തൽ ചമച്ചിടാം, ആരാരും കാണാതെ നേർച്ച നൽകിയിടാം. അന്നേരം നമ്മൾ പഴം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാനെല്ലാം എടുത്ത് ചൂടാകാൻ വെക്കണം. അതിന് മുന്നേ നമുക്ക് ഈ തൊലിയെല്ലാം വാരി വൃത്തിയാക്കി വെക്കാം. അന്നേരം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് പാൻ ചൂടാകാൻ പറ്റും. ഗ്യാസ് നന്നായിട്ട് കത്തുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അന്നേരം നമുക്ക് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ വയ്ക്കുന്നില്ല, അഥവാ കുളവായത്തിൻ്റെ എണ്ണ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണ വയ്ക്കുന്നില്ല. പാൻ ചൂടാകുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ അതുപോലെ തന്നെ ഇട്ടിട്ടേ
എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇന്നത്തെ കാലിയായിട്ടുണ്ട്. നമുക്കടുത്ത കൂടുന്നിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ഇടുന്നുണ്ട്. നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. നമുക്കിങ്ങനെ ലയിപ്പിച്ചെടുക്കാം. പഞ്ചസാര അരിയാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പഞ്ചസാര ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു ലൈന് പോലെ ആകുമ്പോൾ മധുരവും ഉപ്പും കൂടെ കൂടി ഒരു ടേസ്റ്റ് വരും. അധികം പഴുക്കാത്ത പഴമായതുകൊണ്ട് മധുരം മാത്രം ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അന്നേരം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് പഴംപൊരി ആക്കി കായ് വറുക്കുന്നതിന് ചിപ്സിന് വേണ്ടി നമ്മൾ പഴംപൊരി എന്നാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. തെറ്റി മാറിപ്പോയതാണ് കൂട്ടുകാരെ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോന്നായിട്ടിടുന്നത്. നമ്മുടെ കായ് വറുത്തതായിട്ടുണ്ട്, ചിപ്സ് ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ക്രിസ്പി ആയിട്ടില്ല. എന്താ പഴുത്ത പഴമായതുകൊണ്ടാണെന്നറിയില്ല, ക്രിസ്പി ആയിട്ടില്ല. നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതായത് നമ്മളെ കായ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ചായ കുടിക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഇപ്പൊ നമ്മളെ ക്യാമറാമാൻ നിവേദാണ്. അന്നേരം നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.